വീക്കെൻഡ് ഒരു ദിവസം കിട്ടിയാൽ വെളിയിലിറങ്ങിയില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായിട്ട് തോന്നുന്ന ഒരാളാണ് എൻ്റെ ഹസ്ബൻഡ്. അപ്പം ഞങ്ങളങ്ങനെ മറീന മോളിലാണ് വന്നിരിക്കുന്നത് അബുദാബിയിൽ. നേരെ അകത്തേക്ക് കയറുമ്പോൾ മേളിൽ ഇങ്ങനെയൊക്കെയുള്ള അലങ്കാരങ്ങളൊക്കെ കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ നടന്ന് പോവാണ് എല്ലാവരും കൂടെയുള്ള നമ്മുടെ ഫ്രണ്ടിനും ഫാമിലിക്കും എന്തൊക്കെയോ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ അവർ സെൻറ്റർ പോയിന്റിൽ കയറി. ഷോപ്പ് ചെയ്യാനാണെങ്കിൽ ഒരുപാട് സാധനങ്ങളുണ്ട്, നമ്മുടെ പോക്കറ്റ് കാലിയാവുന്നത് അറിയേയില്ല. പക്ഷേ ഞങ്ങൾ കയറി ഒന്നും അധികം വാങ്ങിയില്ല കേട്ടോ. അങ്ങനെ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുമ്പോൾ വിൻ്റർ ആയതുകൊണ്ട് തന്നെ കുറേ ബ്ലാങ്കറ്റും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ വിൻ്റർ ക്ലോത്തിങ് അങ്ങനെ എല്ലാം ഓഫറിൽ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. നമുക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മൾ നേരത്തെ വാങ്ങി വെച്ചിരുന്നതുകൊണ്ട്. പിന്നെ അവസാനം ഞങ്ങൾ എടുത്തത് ഈ വൈപ്സും പിന്നെ ഈ ബ്രേസ്ലെറ്റുകളുമാണ്. ചുമ്മാ കയറിയതല്ലേന്ന് വെച്ച് വാങ്ങിയതാണ്. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ കാരിഫോറിൽ പോയി. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ഈ ലിപ്റ്റൻ്റെ ഐസ് ടീ കുടിക്കണം. അങ്ങനെ ഞങ്ങൾ പീച്ച് ഫ്ലേവറും ലെമൺ ഫ്ലേവറും 2 ബോട്ടിലെടുത്തു. എന്നിട്ട് നേരെ ഫുഡ് കോർട്ടിലേക്ക് നടന്നു, അവിടെ ഇരുന്ന് കഴിക്കാമെന്ന് വെച്ചിട്ട്. ക്രിസ്മസ് ന്യൂ ഇയർ ആയതുകൊണ്ട് ഇതാണ് എല്ലാ മോളുകളിലെ അവസ്ഥ. അവരെന്തെങ്കിലുമൊക്കെ അലങ്കാരങ്ങൾ അകത്ത് ചെയ്തിട്ടുണ്ടാവും. ഒരു വലിയ ക്രിസ്മസ് ട്രീ ഉണ്ട് ഇതിൻ്റെ നടുക്കായിട്ട്. പിന്നെ എന്തൊക്കെയോ പെർഫോമൻസുകളൊക്കെ കുട്ടികൾക്കായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ വഴിയെ കാണിക്കാം. നേരെ നമ്മൾ നടന്ന് ഫുഡ് കോർട്ടിനടുത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഇരിക്കാനായിട്ട് സ്ഥലം കണ്ടുപിടിച്ച് അവിടെ പോയി ഇരുന്നിട്ട് ആദ്യം ഞാൻ ഐസ് ടീ കുടിച്ച് നോക്കി. പീച്ച് ഫ്ലേവറിലുള്ളതായിരുന്നു ഞാൻ വാങ്ങിച്ചത്. പീച്ചിൻ്റെ ഫ്ലേവർ ഇതിനങ്ങോട്ട് യോജിക്കുന്നില്ല, പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഒരു ടീ. ഇതിനെനിക്ക് ലെമണാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്, ഐസ് ടീ. അതിനുശേഷം നമ്മൾ KFCയിലേക്ക് പോയി എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചിട്ട് 2 ബർഗർ വാങ്ങിച്ചു. ഇതിനകത്ത് ചിക്കനും പിന്നെ എന്തോ ഒരു പൊട്ടറ്റോ ഫ്രൈ ചെയ്ത പോലെ എന്തോ ഒരു ഐറ്റം ഉണ്ടായിരുന്നു. ഇങ്ങനെയായിരുന്നു അത്. അതിൻ്റെ കൂടെ ചീസും ഉണ്ടായിരുന്നു. നമ്മൾ വളരെ നേരത്തെ ഫുഡ് കഴിക്കും. 7 മണിക്കൊക്കെയാണ് നമ്മൾ ഫുഡ് കഴിക്കാറ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിന്നർ. അതിനുശേഷം ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളൊന്നും കഴിച്ചില്ല. അങ്ങനെ അത് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട, ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നി, ഇഷ്ടപ്പെട്ടു. ഞാൻ കഴിച്ചു. കണ്ടില്ലേ എൻ്റെ ഫേസ് എക്സ്പ്രഷനിൽ നിന്ന് തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാം. അതിനുശേഷം അവിടെ ഒരു പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നില്ലേ, ക്രിസ്മസിൻ്റെ കുട്ടികളെ ആകർഷിക്കാനായിട്ടാണെന്ന് തോന്നുന്നു. കുറേ ഡാൻസും അതുപോലെ തന്നെ ഒരു പ്ലേ പോലെ അങ്ങനെയൊക്കെ അവർ ചെയ്തിരുന്നു. ഒരു ഗംഭീര ക്രിസ്മസ് ട്രീ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നു. ആളുകളൊക്കെ അതിൻ്റെ മുന്നിൽ കൂടി നിന്ന്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ആ പ്രോഗ്രാം. അതും കണ്ടിട്ട് അവസാനം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അത്രയേ ഉള്ളൂ ഇന്നത്തെ ദിവസത്തെ കാര്യങ്ങൾ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നമ്മുടെ മനസ്സ് നിറഞ്ഞ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ വിഷസ് നേരുന്നു. എല്ലാവർക്കും ഒരു അടിപൊളി ഇയർ ആവട്ടെ 2024. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.